ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നമ്മളെല്ലാവരും കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ പറയാറുണ്ടല്ലോ. ഞാനത് ചെയ്തു, ഞാനത് ചെയ്തിട്ടുണ്ട്, ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലേ, ഞാൻ അവിടെ പോയി, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്തു, ഞാൻ ജോലി ചെയ്തിരുന്നു, ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മളിങ്ങനെ മലയാളത്തിൽ പറയാനായിട്ട് നമുക്ക് സിമ്പിളല്ലേ, ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് ചില ആൾക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടാവും അല്ലേ. അപ്പം കഴിഞ്ഞു പോയ ഏത് കാര്യമാണ് നമ്മൾ വെർബിൻ്റെ ഇ ഡി ഫോം വെച്ച് പറയാം, അല്ലെങ്കിൽ പാസ്റ്റ് ഫോം വെച്ച് പറയാം, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഏത് കാര്യമാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറയാം, അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിൽ പറയാം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയട്ടെ. അതായത് കഴിഞ്ഞു പോയ ആക്ഷൻ വെച്ചിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് വൺ, കഴിഞ്ഞ ആഴ്ച ഞാനൊരു നോവൽ എഴുതി. കഴിഞ്ഞ ആഴ്ച ഞാനൊരു നോവൽ എഴുതി. ഇതെങ്ങനെയാണ് നമുക്ക് പറയാം ഇംഗ്ലീഷിൽ? കഴിഞ്ഞ ആഴ്ച ഞാനൊരു നോവൽ എഴുതി. അപ്പോൾ എങ്ങനെ പറയാം? കഴിഞ്ഞ ആഴ്ച ഞാനൊരു നോവൽ എഴുതി എന്നല്ലേ പറഞ്ഞത്. ഐ റോട്ട് എ നോവൽ ലാസ്റ്റ് വീക്ക്. ഐ റോട്ട് എ നോവൽ ലാസ്റ്റ് വീക്ക്. ഇവിടെ എന്താണ്, വേർബിൻ്റെ സെക്കൻഡ് ഫോമാണ് വന്നത് അല്ലേ, അതായത് പാസ്റ്റ് ഫോമാണ് വന്നത്. എഴുതി എന്നാണ് കേട്ടോ. അപ്പോൾ റൈറ്റ്, റോട്ട്, റിട്ടൺ. റൈറ്റ്, റോട്ട്, റിട്ടൺ. റിട്ടൺ എന്ന് വെച്ചാൽ തേർഡ് ഫോം കേട്ടോ. അപ്പോൾ ഐ റോട്ട് എ നോവൽ ലാസ്റ്റ് വീക്ക്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ്, കഴിഞ്ഞ ആഴ്ച എന്നുള്ള ഒരു പ്രത്യേക ടൈം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ടൈം മെൻഷൻ ചെയ്ത് പറയുമ്പോൾ നമ്മൾ വേർബിൻ്റെ സെക്കൻഡ് ഫോം യൂസ് ചെയ്തിട്ടാണ് പറയാം കേട്ടോ. എന്താണ്, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു നോവൽ എഴുതി. വേറൊരു എക്സാമ്പിൾ, കഴിഞ്ഞ മാസം എന്താണ്, ഞങ്ങളുടെ പാരൻസിനെ സന്ദർശിച്ചു. ഇതെങ്ങനെ പറയാം? കഴിഞ്ഞ മാസം ഞങ്ങൾ ഞങ്ങളുടെ പാരൻസിനെ സന്ദർശിച്ചു. സന്ദർശിച്ചു എന്നാണ് അല്ലേ, അതായത് പാസ്റ്റ് ആണ് അല്ലേ, കഴിഞ്ഞു പോയ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എങ്ങനെ പറയാം? വി വിസിറ്റഡ് അവർ പാരൻസ്. കഴിഞ്ഞ മാസം എന്നല്ലേ പറഞ്ഞത്, ലാസ്റ്റ് മന്ത്. വി വിസിറ്റഡ് അവർ പാരൻസ് ലാസ്റ്റ് മന്ത്. കഴിഞ്ഞ മാസം ഞങ്ങൾ ഞങ്ങളുടെ പാരൻസിനെ സന്ദർശിച്ചു. ഇവിടെയും എന്താണ്, ലാസ്റ്റ് മന്ത് എന്നുള്ള ഒരു പ്രത്യേക ടൈമിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രത്യേക ടൈമിനെ കാണിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്, ഒന്നും നോക്കണം, നമുക്കറിയാം ഇത് പാസ്റ്റ് ഫോമാണ്, അതായത് വേർബിൻ്റെ സെക്കൻഡ് ഫോമിലാണ് നമ്മൾ പറയേണ്ടത് എന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കാം കേട്ടോ. വേറൊരു എക്സാമ്പിൾ, അവൾ അവളുടെ റൂം എന്താണ്, രാവിലെ നേരത്തെ ക്ലീൻ ചെയ്തു. ഇതെങ്ങനെ പറയാം നമുക്ക്? അവൾ അവളുടെ റൂം രാവിലെ നേരത്തെ ക്ലീൻ ചെയ്തു. അപ്പം അവൾ ക്ലീൻ ചെയ്തു എന്നല്ല, അപ്പോൾ ഷീ ക്ലീൻഡ്. ഇവിടെ നമുക്ക് വേർബ് എന്താണ്, ഇ ഡി ചേർത്തപ്പോൾ, വേർബിനെ ഇ ഡി ചേർത്തപ്പോൾ നമുക്ക് അതിൻ്റെ പാസ്റ്റ് ഫോം കിട്ടിട്ടോ. അപ്പോൾ എല്ലാ വേർബും, ഒട്ടുമിക്ക വേർബിനും നമുക്ക് എന്താണ്, വേർബിൻ്റെ കൂടെ, അതായത് മെയിൻ വേർബിൻ്റെ കൂടെ നമുക്കൊരു ഇ ഡി ചേർത്താൽ നമുക്ക് അതിൻ്റെ പാസ്റ്റ് ഫോം കിട്ടും. പക്ഷേ പാസ്റ്റ് ഫോം കിട്ടാത്ത കുറേ വേർബ്സ് ഉണ്ട്. അത് നമ്മൾ എന്താണ്, അത് പഠിക്കുക തന്നെ വേണം കേട്ടോ. അല്ലാതെ അത് പഠിക്കാനായിട്ട് പ്രത്യേകിച്ച് സിമ്പിൾ ട്രിക്സും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെന്താണ്, ഒന്ന് രണ്ട് പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്കത് ക്ലിക്കാവും കേട്ടോ. അപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്? അവൾ അവളുടെ റൂം രാവിലെ നേരത്തെ ക്ലീൻ ചെയ്തു. ഷീ ക്ലീൻഡ് ഹർ റൂം ഏർലി ഇൻ ദ മോർണിംഗ്. ഷീ ക്ലീൻഡ് ഹർ റൂം ഏർലി ഇൻ ദ മോർണിംഗ്. ഏർലി ഇൻ ദ മോർണിംഗ് എന്ന് വെച്ചാൽ രാവിലെ നേരത്തെ. ഷീ ക്ലീൻഡ്, അവൾ ക്ലീൻ ചെയ്തു. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ എന്താണ്, ഏർലി ഇൻ ദ മോർണിംഗ് എന്നുള്ള ഒരു ടൈം ഉണ്ട് അല്ലേ, ഒരു ടൈം നമ്മൾ പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ട് നമുക്കറിയാം എന്ത് പാസ്റ്റ് ആണ്, അത് സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഫോമിലാണ് പറയാം കേട്ടോ. സിമ്പിൾ പാസ്റ്റ് ഫോം, അതിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് പാസ്റ്റ് ഫോം. ഇത്രയേ ഉള്ളൂ കേട്ടോ. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. ഓക്കെ. അപ്പോൾ ആദ്യം ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, പിന്നെന്താണ്, വേർബിൻ്റെ പാസ്റ്റ് ഫോമും ഉണ്ടാവും കേട്ടോ. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. വളരെ സിമ്പിളാണ് കേട്ടോ, സിമ്പിൾ പാസ്റ്റ്. വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾ പുറത്തു പോയി. ഇതെങ്ങനെ പറയാം? കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾ പുറത്തു പോയി, അല്ലെങ്കിൽ ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ പുറത്തു പോയി. എങ്ങനെ പറയാം? വി വെൻറ്റ് ഔട്ട്. വി വെൻറ്റ് ഔട്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ പുറത്തു പോയി. വി വെൻറ്റ് പോയിട്ടു, അതായത് ഗോ എന്നുള്ള വേർബിൻ്റെ പാസ്റ്റ് ഫോമാണ് എന്ത്, വെൻറ്റ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഗോയുടെ കൂടെ നമ്മൾ ഇഡിയോ ഡിയോ ചേർത്തപ്പോൾ നമുക്ക് അതിൻ്റെ പാസ്റ്റ് ഫോം കിട്ടിയില്ല. ഓക്കെ. അപ്പോൾ ഗോയുടെ പാസ്റ്റ് ഫോം വെൻറ്റ് ആണെന്ന് നിങ്ങൾ പഠിക്കേണ്ടതാണ് കേട്ടോ. അപ്പം വി വെൻറ്റ് ഔട്ട് ലാസ്റ്റ് നൈറ്റ്. കഴിഞ്ഞ എന്താണ്, രാത്രിയിൽ, ലാസ്റ്റ് നൈറ്റിൽ ഞങ്ങൾ പുറത്തു പോയി. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് ടൈമും കാര്യങ്ങളും മെൻഷൻ ചെയ്ത് പറയുകയാണെങ്കിൽ അത് എന്ത് ചെയ്യണം, സിമ്പിൾ പാസ്റ്റ് ഫോമിലാണ് നമ്മൾ പറയേണ്ടത്. ആദ്യം സബ്ജക്റ്റ് വേണം, പിന്നെ വേർബ്. ഓക്കെ, വേർബ് വേണം. എങ്ങനത്തെ വേർബ് വേണം? പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് വേണം കേട്ടോ. ഇത്രേ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്താണ്, പ്രത്യേകിച്ച് ടൈം മെൻഷൻ ചെയ്യാത്ത കാര്യങ്ങളും നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഫോമിൽ പറയും കേട്ടോ. അവൾ എഴുതി, അവൻ പാടി, അവർ കളിച്ചു. ഇങ്ങനെ നമ്മൾ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളുണ്ടല്ലോ. അവൾ എഴുതി, ഷീ റോട്ട്. അവൾ വായിച്ചു, ഷീ റെഡ്. ഓക്കെ.
അവൻ കളിച്ചു. ഹീ പ്ലേഡ്, അവൻ ക്രിക്കറ്റ് കളിച്ചു. ഹീ പ്ലേഡ് ഫുട്ബോൾ. ഇങ്ങനെ പ്രത്യേകിച്ച് ടൈം മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞു പോയ ആക്ഷനാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതിനെ നമ്മൾക്ക് സിമ്പിൾ പാസ്റ്റ് ഫോമിൽ തന്നെ പറയാം കേട്ടോ. മനസ്സിലായല്ലോ? ഇനി ഞാൻ വേറൊരു സെൻറ്റൻസ് പറയാണ്. അവൾ പുറത്ത് പോകുന്നതിന് മുമ്പേ അവനെ വിളിച്ചിരുന്നു. വേറെ കുറച്ച് വലിയ സെൻറ്റൻസ് ആട്ടോ. അവൾ പുറത്ത് പോകുന്നതിന് മുമ്പേ അവനെ വിളിച്ചിരുന്നു. രണ്ടും പാസ്റ്റിൽ സംഭവിച്ച പ്രവൃത്തിയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഒന്ന് അവൻ പുറത്ത് പോയി എന്നതും പാസ്റ്റാണ്. അവൾ വിളിച്ചിരുന്നു, അവനെ വിളിച്ചിരുന്നു, ഇതും പാസ്റ്റ് ആക്ഷനാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ രണ്ട് പാസ്റ്റ് ആക്ഷൻ നമ്മൾ പറയണമെങ്കിൽ എങ്ങനെയാണ് നമുക്ക് പറയാമെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്? അവൾ പുറത്ത് പോകുന്നതിന് മുമ്പേ അവനെ വിളിച്ചിരുന്നു. എങ്ങനെ നമുക്ക് പറയാം? ഓക്കെ, ഷീ ഹാഡ് കോൾഡ് ഹിം ബിഫോർ ഷീ വെൻറ്റ് ഔട്ട്. ഷീ ഹാഡ് കോൾഡ് ഹിം ബിഫോർ ഷീ വെൻറ്റ് ഔട്ട്. എന്താണ് മനസ്സിലായത് നിങ്ങൾക്ക്? ഇവിടെ നമ്മൾ ആദ്യം സംഭവിച്ച ആക്ഷൻ ഏതാണ് എന്നുള്ളത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം സംഭവിച്ച ആക്ഷൻ അവനെ വിളിച്ചു. ഓക്കെ, അവനെ വിളിച്ചു എന്നല്ലേ. അവള് പുറത്ത് പോകുന്നതിന് മുമ്പേ അവനെ വിളിച്ചു എന്നല്ലേ. അപ്പോൾ ഇവിടെ ആദ്യം സംഭവിച്ച ആക്ഷൻ അവനെ വിളിച്ചു. വിളിച്ച് കഴിഞ്ഞിട്ടാണ് അവൾ പുറത്ത് പോയതില്ലേ. അപ്പോൾ അവനെ വിളിച്ചു എന്നുള്ളത് നമ്മൾ ഏത് ഫോമിൽ എഴുതണം? ഷീ ഹാഡ് കോൾഡ്. ഹാഡ് വെച്ചിട്ട് വേണം നമുക്ക് പറയാനായിട്ട് കേട്ടോ. ഹാഡ് പ്ലസ് V3 ഫോമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഹാഡ് പ്ലസ് V3 എന്ന് വെച്ചാൽ വേർബിൻ്റെ തേർഡ് ഫോം. ഓക്കെ, ഹാഡിൻ്റെ കൂടെ നമ്മൾ വേർബിൻ്റെ തേർഡ് ഫോം വെച്ചിട്ട് വേണം പറയാനായിട്ട് കേട്ടോ. ഷീ ഹാഡ് കോൾഡ് ഹിം. അവൾ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് കേട്ടോ. ഷീ ഹാഡ് കോൾഡ് ഹിം എന്ന് വെച്ചാൽ അവൾ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബിഫോർ ഷീ വെൻറ്റ് ഔട്ട്. ഇവിടെ രണ്ടാമത് നടന്ന ആക്ഷൻ അവൾ പുറത്തു പോയി എന്നുള്ളതല്ലേ. അപ്പോൾ ബിഫോർ ഷീ വെൻറ്റ് ഔട്ട്, അവൾ പുറത്ത് പോയത് രണ്ടാമത്തെ ആക്ഷനാണ്. അപ്പോൾ രണ്ടാമത്തെ ആക്ഷൻ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഫോം, അതായത് നമ്മൾ നേരത്തെ പഠിച്ച ഫോം ഉണ്ടല്ലോ അതിലാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഇങ്ങനെ രണ്ട് പാസ്റ്റ് ആക്ഷൻസ് നടന്ന് കഴിഞ്ഞത് നമ്മൾ വേറൊരാളോടൊക്കെ പറയുമ്പോൾ എങ്ങനെ നമുക്ക് പറയാം? ആദ്യം സംഭവിച്ചത് ഏതാണോ അതിനെ നമ്മൾ ഹാഡ് പ്ലസ് V3 ഫോമിൽ, അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്നാണ് ഇതിന് പറയാം കേട്ടോ. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഹാഡ് പ്ലസ് V3 ഫോം. ഓക്കെ, രണ്ടാമത് നടന്ന ആക്ഷൻ നമ്മൾ സിമ്പിൾ പാസ്റ്റിലാണ് പറയേണ്ടത് കേട്ടോ. മനസ്സിലായല്ലോ? അപ്പം ഷീ ഹാഡ് കോൾഡ് ഹിം, അവൾ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബിഫോർ ഷീ വെൻറ്റ് ഔട്ട്, അവൾ പുറത്ത് പോകുന്നതിന് മുമ്പേ. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വേറൊരു സെൻറ്റൻസ് പറയാം. ഞങ്ങളുടെ ജോലിയൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പോയിരുന്നു, ഞങ്ങളൊരു ഫിലിമിന് പോയിരുന്നു. ഇതെങ്ങനെ പറയാം? അപ്പോൾ നമുക്ക് ഞങ്ങളുടെ ജോലിയൊക്കെ തീർത്തതിന് ശേഷം ഞങ്ങൾ സിനിമയ്ക്ക് പോയിരുന്നു എന്നല്ലേ. അപ്പോൾ ഇവിടെ ആദ്യം സംഭവിച്ചത് എന്തായിരുന്നു? ജോലി തീർത്തു എന്നുള്ളതല്ലേ. ജോലി തീർത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ പറയും? ഹാഡ് പ്ലസ് V3 ഫോമിലാണ് പറയട്ടെ, അതായത് വേർബിൻ്റെ തേർഡ് ഫോമിലാണ് പറയാം. ഓക്കെ, അപ്പോൾ എങ്ങനെ പറയാം നമുക്ക്? ആഫ്റ്റർ വി ഹാഡ് ഫിനിഷ്ഡ് അവർ വർക്ക്. ഞങ്ങൾ ഞങ്ങളുടെ ജോലിയെല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇനി രണ്ടാമത് നടന്ന ആക്ഷൻ സിനിമക്ക് പോയി എന്നല്ലേ. എങ്ങനെ പറയാം? നമുക്ക് സിമ്പിൾ പാസ്റ്റിലല്ലേ പറയേണ്ടത്? വി വെൻറ്റ് ഫോർ എ ഫിലിം. ഞങ്ങൾ ഒരു സിനിമക്ക് പോയി. വി വെൻറ്റ് ഫോർ എ ഫിലിം. മനസ്സിലായല്ലോ? അപ്പോൾ ഈ സെൻറ്റൻസിനെ നമുക്ക് നേരെ തിരിച്ചും പറയാം കേട്ടോ. വി വെൻറ്റ് ഫോർ എ ഫിലിം ആഫ്റ്റർ വി ഹാഡ് കംപ്ലീറ്റഡ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് അവർ വർക്ക് എന്ന് പറയാം കേട്ടോ. രണ്ട് സെൻറ്റൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നതിന് കുഴപ്പമില്ല, ടെൻസ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ആദ്യം സംഭവിച്ചത് ഹാഡ് പ്ലസ് V3 ഫോമിൽ പറയണം, രണ്ടാമത് സംഭവിച്ചതിന് നമ്മൾ പാസ്റ്റ് ഫോമിലും പറയണമെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്തൊരു സെൻറ്റൻസ് പറയാം. ഞങ്ങൾ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പേ ട്രെയിൻ പോയിരുന്നു. ഇതെങ്ങനെ പറയാം നമുക്ക്? സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പേ ട്രെയിൻ പോയിരുന്നു എന്നല്ല. അപ്പോൾ ആദ്യം എന്താ സംഭവിച്ചത്? ട്രെയിൻ പോയിരുന്നു എന്നാണ് ആദ്യം സംഭവിച്ചത്. അതിനെ നമ്മൾ ഹാഡ് പ്ലസ് V3 ഫോമിൽ പറയണം അല്ലേ. എങ്ങനെ പറയാം? ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ഇനി ഞങ്ങൾ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ബിഫോർ വി റീച്ച് ദ സ്റ്റേഷൻ. ഞങ്ങൾ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പേ ട്രെയിൻ പോയിരുന്നു. ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ബിഫോർ വി റീച്ച് ദ സ്റ്റേഷൻ എന്ന് പറയാം കേട്ടോ. മനസ്സിലായല്ലോ? വേറൊരു സെൻറ്റൻസ് പറയാം. ഓഫീസിൽ ഫോൺ മറന്നു വെച്ചതുകൊണ്ട് അവൻ ഓഫീസിലേക്ക് തന്നെ തിരിച്ചു പോയി. ഇതെങ്ങനെയാണ് നമുക്ക് പറയാം? അപ്പോൾ ഇവിടെ ആദ്യം സംഭവിച്ചത് എന്താണ്? ഓഫീസിൽ
ഫോൺ മറന്നു വെച്ചു എന്നുള്ളതാണ് അല്ലേ. ഓഫീസിൽ ഫോൺ വെച്ച് പോന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ച ആക്ഷൻ, ഫസ്റ്റ് സംഭവിച്ച ആക്ഷൻ. അപ്പം അതിനെ നമ്മൾ ആ ഹാഡ് പ്ലസ് V3 ഫോമിൽ ഒന്ന് പറയാം. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഓക്കെ. ഹി വെൻ ബാക്ക് ടു ഓഫീസ്. അവൻ ഓഫീസിലേക്ക് തന്നെ തിരിച്ചു പോയി. ഇത് രണ്ടാമത് നടന്ന ആക്ഷൻ ആണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞു എന്നേ ഉള്ളൂ, പക്ഷേ സിമ്പിൾ പാസ്റ്റ് ഫോമിലാണ് നമ്മൾ പറഞ്ഞതില്ലേ. ഹി വെൻ ബാക്ക് ടു ഓഫീസ്. അവൻ ഓഫീസിലേക്ക് തിരിച്ചു പോയി. കാരണം ബിക്കോസ് എന്താണ്, ബിക്കോസ് ഹി ഹാഡ് ലെഫ്റ്റ് ദി ഫോൺ. ബിക്കോസ് ഹി ഹാഡ് ലെഫ്റ്റ് ഹിസ് ഫോൺ ഇൻ ഓഫീസ്. ബിക്കോസ് കാരണം ഹി ഹാഡ് ലെഫ്റ്റ് ഹിസ് ഫോൺ ഇൻ ഓഫീസ്. അപ്പോൾ എന്താണ്, ഫോണ് ഓഫീസിൽ മറന്നു വെച്ചു എന്നുള്ളതാണ് ആദ്യം നടന്ന ആക്ഷൻ. അതിനെ നമ്മൾ ഹാഡ് പ്ലസ് V3 ഫോമിൽ തന്നെയാണ് പറഞ്ഞത്. രണ്ടാമത് നടന്ന ആക്ഷൻ എന്താണ്, അവൻ ഓഫീസിലേക്ക് തന്നെ തിരിച്ചു പോയി എന്നുള്ളതാലേ. അപ്പം ഹി വെൻറ്റ്, അവൻ പോയി. ഓക്കെ, അപ്പോൾ ഗോയുടെ പാസ്റ്റ് ഫോമാണ് വെൻറ്റ് എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 2 പോയിന്റും നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എവിടേക്കാണ് നമ്മൾ ഉപയോഗിച്ചത് എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി ഡൗട്ട്സ് ഇല്ലല്ലോ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. ഇനി ഞാൻ വേറൊരു കാര്യം പറയാണ്. ഇപ്പോൾ തൊട്ടടുത്ത് സംഭവിച്ച 2 പാസ്റ്റ് ആക്ഷൻസ് ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ബസ് കയറി എന്നിട്ടിരുന്നു എന്ന് പറയാറില്ലേ. ഞാൻ ബസ് കയറി എന്നിട്ടിരുന്നു, ഞാൻ ചായ ഉണ്ടാക്കി എന്നിട്ട് കുടിച്ചു, അങ്ങനെയൊക്കെ പറയില്ലേ നമ്മൾ. അപ്പോൾ ഇങ്ങനെയുള്ള തൊട്ട് അടുത്തടുത്ത് സംഭവിച്ച 2 പാസ്റ്റ് ആക്ഷൻസ് പറയുമ്പോൾ രണ്ടും നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഫോമിൽ പറഞ്ഞാൽ മതി കേട്ടോ. എക്സാമ്പിൾ നോക്കാം. ഞാൻ ട്രെയിനിൽ കയറി എന്നിട്ട് ഇരുന്നു. ഞാൻ ട്രെയിനിൽ കയറി ഇരുന്നു എന്നാട്ടോ. ഇതെങ്ങനെ നമുക്ക് പറയാം, ഐ ഗോട്ട് ഓൺ ടു ട്രെയിൻ ആൻഡ് സാറ്റ്. ഐ ഗോട്ട് ഓൺ ടു ട്രെയിൻ ആൻഡ് സാറ്റ്. ഞാൻ ട്രെയിനിൽ കയറി ഇരുന്നു. ഓക്കെ, രണ്ടും എന്താണ്, പാസ്റ്റ് ഫോമിലാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഞാൻ കൈ കഴുകി എന്നിട്ട് ഭക്ഷണം കഴിച്ചു. അപ്പോൾ എങ്ങനെ പറയാം, ഞാൻ കൈ കഴുകി. ഐ വാഷ്ഡ് മൈ ഹാൻഡ്സ്. ഐ വാഷ്ഡ് മൈ ഹാൻഡ്സ്. വാഷ് എന്നുള്ളതിൻ്റെ സെക്കൻഡ് ഫോം, അതായത് പാസ്റ്റ് ഫോം എന്താണ്, വാഷ്ഡ് എന്നാട്ടോ. അപ്പോൾ ഐ വാഷ്ഡ് മൈ ഹാൻഡ്സ് ആൻഡ് എയ്റ്റ് ഫുഡ്സ്. ആൻഡ് എയ്റ്റ് ഫുഡ്. ഈറ്റ് കഴിക്കുക, അതിൻ്റെ പാസ്റ്റ് ഫോം എയ്റ്റ് എന്നാട്ടോ. അല്ലാതെ ഈറ്റഡോ ഈറ്റണോ ഒന്നും അല്ല കേട്ടോ. ഈറ്റൻ തേർഡ് ഫോം ആട്ടോ. അപ്പോൾ സെക്കൻഡ് ഫോം, അതായത് പാസ്റ്റ് ഫോം എന്താണ്, എയ്റ്റ് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഐ വാഷ്ഡ് മൈ ഹാൻഡ്സ് ആൻഡ് എയ്റ്റ് ഫുഡ്. ഓക്കെ, ഇനി എന്താണ്, നമ്മൾ തൊട്ട് മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ പറയും. ഇപ്പം എന്താണ്, ജസ്റ്റ് മുമ്പാട് സംഭവിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് എന്താണ്, പാസ്റ്റ് ഫോമിൽ തന്നെയാണ് നമ്മൾ പറയുന്നതിലെ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ എന്താണ്, ഇപ്പം നമ്മളെ അടുത്തേക്ക് ഒരാൾ വന്നാലും നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്, ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ. അപ്പോൾ അയാൾ പറയും ഞാൻ കഴിച്ചിട്ടുണ്ട് എന്ന് പറയാറില്ലേ. ഉച്ചേൻ്റെ സമയത്തൊക്കെ വരുമ്പോൾ എന്താണ്, നിങ്ങൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്താ, ചിലപ്പോൾ അയാൾ പുറത്ത് ഹോട്ടലിനൊക്കെ ആയിരിക്കും കഴിച്ചിട്ടുണ്ടാവുക. ഞാൻ കഴിച്ചിട്ടുണ്ട് എന്ന് പറയില്ലേ. ഞാൻ കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാനത് എടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയില്ല നമ്മൾ. അതായത് കേൾക്കുമ്പോൾ നമുക്ക് പാസ്റ്റ് തന്നെയാണ് അല്ലേ, പാസ്റ്റാണ്, അത് കഴിഞ്ഞ കാര്യം തന്നെയാണ് നമ്മൾ പറയുന്നത്. കേൾക്കുമ്പോൾ നമുക്ക് പാസ്റ്റ് ആക്ഷനാണ് തോന്നുന്നത് നല്ല പാസ്റ്റ് ആക്ഷൻ തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ പറയുന്നത് ഏത് ഫോമിലാണെന്നറിയോ, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് കേട്ടോ. അതായത് എന്താണ്, ഹാവ് പ്ലസ് V3 ഫോമിലാണ് നമ്മൾ പറയുന്നത് കേട്ടോ. നമ്മൾ ഹാഡ് പ്ലസ് V3 പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഹാവ് പ്ലസ് V3 ഫോമിലാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. അവനിതാ വന്നിട്ടേ ഉള്ളൂ, ഹി ഹാസ് ജസ്റ്റ് കം എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം. അവനിതാ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ, ഹി ഹാസ് ജസ്റ്റ് കം എന്നാണ് പറയാം കേട്ടോ. നെക്സ്റ്റ്, ട്രെയിൻ ഇതാ ഇപ്പോൾ വന്നിട്ടുള്ളൂ, എങ്ങനെ പറയാം, ദി ട്രെയിൻ ഹാസ് ജസ്റ്റ് അറൈവ്ഡ്. ദി ട്രെയിൻ ഹാസ് ജസ്റ്റ് അറൈവ്ഡ്. ജസ്റ്റ് ഇവിടെ വന്നിട്ടേ ഉള്ളൂ ട്രെയിനിലെ. ഇതെന്ന് നമ്മൾ പറയാറില്ലേ, മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട്, ഞാൻ ഒരിക്കലും അവിടെ പോയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ. അപ്പോൾ ഇത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം, നമുക്ക് നെവർ വെച്ചിട്ട് പറയാവുന്നതാണ് കേട്ടോ. എങ്ങനെ പറയാം, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹി ഹാസ് നെവർ ഈറ്റൻ ബിരിയാണി. ഹി ഹാസ് നെവർ ഈറ്റൻ ബിരിയാണി. അവൻ എന്താണ്, ഒരിക്കലും ബിരിയാണി കഴിച്ചിട്ടില്ല എന്നാണ് കേട്ടോ. അവൻ ഒരിക്കലും ബിരിയാണി കഴിച്ചിട്ടില്ല, മുമ്പൊരിക്കലും അവൻ ബിരിയാണി കഴിച്ചിട്ടില്ല എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നെവർ വരുന്ന കാര്യങ്ങളും നമ്മൾ എന്താണ്, ഈ ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് പറയുന്നത്. കാര്യം എന്താണ്, പാസ്റ്റിൽ കഴിഞ്ഞ കാര്യമാണ്, അതായത് ആ ഒരു പ്രവൃത്തി കഴിഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത് എങ്കിലും ഇതിനെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നെവർ, എവർ, അതുപോലെ തന്നെ യെറ്റ്, ഓൾറെഡി എന്നൊക്കെ വരുന്ന സെൻറ്റൻസുകളൊക്കെ തന്നെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് കേട്ടോ പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനത് ഓൾറെഡി ചെയ്തു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഞാൻ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു, ഞാൻ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു, ഞാൻ ഓൾറെഡി അത് വാങ്ങി കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, ഐ ഹാവ് ഓൾറെഡി ഈറ്റൺ. ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുണ്ട്, ഐ ഹാവ് ഓൾറെഡി ഈറ്റൺ. ഇങ്ങനെ ഓൾറെഡി വരുന്ന സെൻറ്റൻസുകൾ നമ്മൾ ഈ ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് പറയുക. അതായത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് വെർബിനെ നമ്മൾ തേർഡ് ഫോമിൽ എടുക്കുക കേട്ടോ. ഈറ്റ് എന്നുള്ള വെർബിൻ്റെ തേർഡ് ഫോം എന്താണ്,
ഈറ്റൺ എന്നാട്ടോ. ഞാൻ ഓൾറെഡി അവിടെ പോയതാണ്. എങ്ങനെ പറയാം അപ്പം? ഐ ഹാവ് ഓൾറെഡി ഗോൺ ദർ. ഐ ഹാവ് ഓൾറെഡി ഗോൺ ദർ. ഞാൻ അവിടെ ഓൾറെഡി പോയതാണ്. ദെൻ ഞാൻ ഓൾറെഡി അത് വാങ്ങിച്ചതാണ്. എങ്ങനെ പറയാം? ഐ ഹാവ് ഓൾറെഡി ബോട്ട്. ഐ ഹാവ് ഓൾറെഡി ബോട്ട്. ഓക്കെ, മനസ്സിലായല്ലോ. ഇങ്ങനെ നെവർ, ഓൾറെഡി, യെറ്റ്, ബിഫോർ എന്നൊക്കെ പറയുന്ന സെൻറ്റൻസുകളും എന്താണ് നമ്മൾ ഈ ഒരു ഫോമിലാണ് പറയുന്നത് കേട്ടോ. അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് നമുക്കതിന് ഇംഗ്ലീഷിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നമ്മളുടെ ഒരു എന്താണ് ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയാം കേട്ടോ. നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ഒരു ഫോമിലാണ് പറയുക. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്താണ്? സബ്ജക്റ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് വരണം. ദെൻ ആ വേർബിനെ നമ്മൾ തേർഡ് ഫോമിൽ എടുക്കുക കേട്ടോ. ഓക്കെ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? ഹാസ് ആണ് വരിക. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ ഹാവ് ആണ് വരിക കേട്ടോ. മനസ്സിലായല്ലോ. ദെൻ ഒരു എക്സാമ്പിൾ പറയണം. ഞാൻ ഈ ആഴ്ച 2 സിനിമകൾ കണ്ടു. ഞാൻ ഈ ആഴ്ച 2 സിനിമകൾ കണ്ടു. ഞാൻ ഈ മാസം 2 തവണ അവിടെ സന്ദർശിച്ചു. ഞാൻ ഈ മാസം 2 പ്രാവശ്യം അവിടെ പോയി. എന്താണ്? അവൻ ഈ വർഷം 2 പ്രാവശ്യം നാട്ടിൽ വന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളും തന്നെ നമ്മൾ ഈ ഒരു ഫോമിലാണ് പറയാം കേട്ടോ. ഇങ്ങനെ പറയാം, സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഹാസ് അല്ലെങ്കിൽ ഹവ് കഴിഞ്ഞിട്ട് വേർബിനെ നമ്മൾ തേർഡ് ഫോമിൽ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എന്തായിരുന്നു? ഞാൻ ഈ ആഴ്ച 2 സിനിമകൾ കണ്ടു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിനെ ഈ ഒരു ഫോമിൽ പറയാം. ഐ ഹാവ് സീൻ 2 ഫിലിംസ് this week. I have seen 2 films this week. അപ്പോൾ കാണുക എന്നുള്ളത് എന്താണ്? സീ എന്നാട്ടോ. അതിൻ്റെ തേർഡ് ഫോമാണ് നമ്മൾ പറഞ്ഞത്, സീൻ. അപ്പോൾ എന്തായിരുന്നു? ഐ ഹാവ് സീൻ 2 ഫിലിംസ് ദിസ് വീക്ക്. ഞാൻ ഈ ആഴ്ച 2 സിനിമകൾ കണ്ടു. ഇവിടെ എന്താണ്? ഓക്കെ, ഇനിയും ഞാൻ സിനിമകൾ കാണാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ, മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഹാസ് ഹാവ് കഴിഞ്ഞിട്ട് വെർബിനെ നമ്മൾ തേർഡ് ഫോമിൽ എടുത്തിട്ട് പറയാം കേട്ടോ. ദെൻ വേറൊരു എക്സാമ്പിൾ, ഞാൻ ഈ മാസം 2 തവണ എൻ്റെ പാരൻസിനെ സന്ദർശിച്ചു. എങ്ങനെ പറയാം? ഐ ഹാവ് വിസിറ്റഡ് മൈ പാരൻസ് ചോയ്സ് this month. I have visited my parents ചോയ്സ് ദിസ് മന്ത്. ചോയ്സ് ദിസ് മന്ത് എന്ന് വെച്ചാൽ ഈ മാസം 2 പ്രാവശ്യം ഞാൻ എൻ്റെ പാരൻസിനെ എന്താണ് സന്ദർശിച്ചു. മനസ്സിലായല്ലോ. ഇതും എന്താണ്? ഇനിയും ഞാൻ സന്ദർശിക്കും എന്ന ഒരു മീനിങ് അവിടെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്? ഇതൊരിക്കലും എൻഡ് ചെയ്തിട്ടില്ല, അല്ലെ, ഈ ഒരു ആക്ഷൻ എൻഡ് ചെയ്തിട്ടില്ല, ഞാൻ ഇത്ര ചെയ്തു എന്നാണ് നമ്മൾ പറയുന്നത്. they have come here twice this week. They have come here twice this week. അവർ ഈ ആഴ്ച 2 പ്രാവശ്യം ഇവിടെ വന്നു. ഓക്കെ, മനസ്സിലായില്ലേ. അപ്പോൾ ഇതെവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പം നമ്മൾ പറയുന്ന സെൻറ്റൻസിൽ ദിസ് ടൈം, ദിസ് വീക്ക്, ദിസ് മന്ത്, ദിസ് ഇയർ ഇങ്ങനെ ഒരു അൺഫിനിഷ്ഡ് ടൈം വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. കഴിഞ്ഞു പോയ കാര്യമാണെങ്കിൽ നമ്മൾ പറയേണ്ടത് കേട്ടോ. എന്തൊക്കെയായിരുന്നു? ദിസ് ടൈം, ദിസ് വീക്ക്, ദിസ് മന്ത്, ദിസ് ഇയർ, ദിസ് ടൈം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് പറയേണ്ടത്. ഫോർമാറ്റ് എന്തായിരുന്നു? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വേർബിൻ്റെ തേർഡ് ഫോം, അതായത് V3 ഫോം. ഓക്കെ, മനസ്സിലായല്ലോ. വേറൊരു എക്സാമ്പിൾ, ദേ ഹാവ് ലിവ്ഡ് ഇൻ ദിസ് ഹൗസ് for over 20 years. They have lived in this house for over 20 years. No, for over 10 years എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എന്താണ് അർത്ഥം? എന്താണ്? അവർ 20 വർഷത്തോളമായിട്ട് അവർ ഈ വീട്ടിലാണ് താമസിച്ചത് എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്ത് പറയാം? തേർഡ് ഫോം ഓഫ് ദ വേർബിൽ നമുക്ക് പറയാവുന്നതാണ് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വേർബ് കേട്ടോ. അത് നമ്മൾ പറഞ്ഞത് അവർ 20 വർഷമായിട്ട് ഈ വീട്ടിൽ തന്നെയാണ് താമസിച്ചതെന്നോ താമസിക്കുന്നതെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് പറയാം. ദെൻ വേറൊരു എക്സാമ്പിൾ പറയാണ്, ഇറ്റ് ഹാസ് റെയിൻഡ് എവറി ഡേ ദിസ് വീക്ക്. ഇറ്റ് ഹാസ് റെയിൻഡ് എവറി ഡേ ദിസ് വീക്ക് എന്താണ് അർത്ഥം? ഈ ആഴ്ചയിൽ എല്ലാ ദിവസവും മഴ പെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ഇതുപോലെ പറയാം. ഈ ആഴ്ചയിൽ എല്ലാ ദിവസവും മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആഴ്ചയിൽ എല്ലാ ദിവസവും ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ മാസം എല്ലാ ദിവസവും ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോമിലാണ് പറയാം കേട്ടോ. അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം. നമുക്ക് സെൻറ്റൻസ് കേൾക്കുമ്പോൾ നമുക്കിത് പാസ്റ്റ് ആണ് കേട്ടോ, കഴിഞ്ഞു പോയ ആക്ഷൻ ആണ്. എങ്കിലും നമ്മൾ എങ്ങനെയാ പറയാം? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് പറയാ. ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഏകദേശം എല്ലാ പോയിന്റ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ പാസ്റ്റിലെ കാര്യങ്ങൾ ചെയ്തു പോയ കാര്യങ്ങൾ പറയാമെന്നുള്ളത് നമ്മളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു ക്ലാസ് ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.